+1 സയൻസ് വിദ്യാർത്ഥികളെ ബോട്ടണി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാട്ടർ പൊട്ടൻഷ്യൽ, അതുപോലെ ഓസ്മോസിസ് തുടങ്ങിയ കോൺസെപ്റ്റുകളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്തിട്ടുണ്ടാകും, നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രവർത്തനം, പ്രതിവ്യാപനം എന്ന് പറയുന്ന പ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണത്തിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത്. ദാറ്റ് ഈസ് തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ്. ഇത് അടുത്ത വർഷം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഈ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇത് ആവശ്യമാണ്. ഫിസിയോളജി എക്സ്പെരിമെൻറ്റിൽ ഇതൊരു പ്രധാനപ്പെട്ട എക്സ്പെരിമെൻ്റാണ്. തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇതിൻ്റെ എയിം എന്താണ്? ടു ഡെമോൺസ്ട്രേറ്റ് ഓസ്മോസിസ്, ടു പ്രൂവ് ഓസ്മോസിസ്. പ്രതിവ്യാപനം എന്തെന്ന് തെളിയിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷണമാണ് തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ്. Here we can take a solution of sucrose in water. എന്തിനാ? ഒരു ഫണലിൽ അല്പം പഞ്ചസാര ലായനി എടുക്കുക. And it is separated from pure water in a beaker through a semi-permeable membrane. അതിനെ ഒരു ബീക്കറിലെ പ്യുവർ വാട്ടറുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വേണം? പ്യുവർ വാട്ടർ വേണം, ബീക്കർ വേണം, ഫണൽ വേണം. ഫണലിൽ എന്താണ് എടുത്തിരിക്കുന്നത് നമ്മൾ? സൂക്രോസ് ഇൻ വാട്ടർ, സൊല്യൂഷൻ ഓഫ് സൂക്രോസ് ഇൻ വാട്ടർ, പഞ്ചസാര ലായനി. ബീക്കറിൽ എന്താ എടുത്തത്? പ്യുവർ വാട്ടർ. ഇത് രണ്ടും എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇനി നമുക്ക് ഈ സെമി പെർമിയബിൾ അർദ്ധധാരി സ്ഥലം എവിടെ നിന്ന് കിട്ടും? സെമി പെർമിയബിൾ മെംബ്രെയിൻ നമ്മുടെ മുട്ടയില്ലേ, മുട്ട. ആ മുട്ടയുടെ വെള്ളയും മഞ്ഞക്കരവും കളഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ഥലം എടുക്കാൻ പറ്റും. സോ വി വിൽ ഗെറ്റ് ദിസ് കൈൻഡ് ഓഫ് മെംബ്രെയിൻ ഫ്രം ആൻ എഗ്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ക്രിയേറ്റ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? അപ്പോൾ ഫണലിൽ സൂക്രോസ് സൊല്യൂഷൻ, ബീക്കറിൽ പ്യുവർ വാട്ടർ, ആൻഡ് ദാറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. റിമെമ്പർ, നോക്കൂ, ഈ പരീക്ഷണം നോക്കൂ. ഇവിടെ എന്ത് സംഭവിക്കുന്നു? വാട്ടർ വിൽ മൂവ് ഇൻ ടു ദ ഫണൽ, റിസൾട്ടിങ് റൈസ് ഇൻ ദ ലെവൽ ഓഫ് ദ സൊല്യൂഷൻ ഇൻ ദ ഫണൽ. ഫണലിലെ സൊല്യൂഷൻ്റെ നിരക്ക് കൂടുന്നു. വാട്ടർ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഫണലിലേക്ക് മൂവ് ചെയ്യുന്നു. നോക്കൂ, ഈ പ്രക്രിയ ഏതുവരെ തുടരും? ദിസ് വിൽ കണ്ടിന്യൂ ടിൽ ദ ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ്. സംതുലനാവസ്ഥയിലെത്തുന്നത് വരെ ബീക്കറും ഫണലും ആ അടുത്ത സൊല്യൂഷനും ജലവും ഇവിടെ സംതുലനാവസ്ഥയിലെത്തുന്നത് വരെ ഈ പ്രക്രിയ തുടരും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എക്സ്റ്റേണൽ പ്രഷർ ക്യാൻ ബി അപ്ലൈഡ് ഫ്രം ദി അപ്പർ പാർട്ട് ഓഫ് ദ ഫണൽ. ഈ ഫണലുണ്ടല്ലോ, ഫണൽ നോക്കൂ, ശ്രദ്ധിക്കൂ. ഈ ഫണലിൻ്റെ അപ്പർ പാർട്ടിൽ നിന്ന് വി ക്യാൻ അപ്ലൈ ആൻ എക്സ്റ്റേണൽ പ്രഷർ. External pressure can be applied from the upper part of the funnel such that no water diffuses into the funnel through the membrane. എന്താണ്? ഫണലിലൂടെ എന്തോന്ന്? വാട്ടർ ഡിഫ്യൂസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. No water diffuses into the funnel through the membrane. And this pressure required to prevent water from diffusing is in fact എന്ത് പ്രഷറാണിത്? ഓസ്മോട്ടിക് പ്രഷർ. And this is the function of the solute concentration. And this is the function of the solute concentration. More the solute concentration കൂടുതലാണെങ്കിൽ greater will be the pressure required to prevent water from diffusing in. So, osmotic pressure is the positive pressure applied, while osmotic potential is negative. Osmotic pressure is the positive pressure applied, whereas osmotic potential is negative. Osmotic potential എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ്. Then അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് ഒന്ന്
സാവധാനം ആലോചിച്ച് നോക്കുക. വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരീക്ഷണമാണ്. അടുത്ത വർഷം നിങ്ങൾക്ക് ഇതാണ് പ്രാക്ടിക്കൽ ചെയ്യേണ്ട ഒരു പരീക്ഷണം കൂടിയാണെന്ന് ഓർക്കുക. വളരെ ലളിതമാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മോളിസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. എന്താണ് പ്ലാസ്മോളിസിസ്? എന്താണ് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് നമ്മൾ എല്ലായ്പ്പോഴും മിക്കവാറും എല്ലാ ദിവസവും നമ്മൾ ഈ പ്രക്രിയ അനുഭവിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ ആഹാരം കഴിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആഹാരവുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കളിലാണ് ഈ പ്രവർത്തനം പ്രധാനമായിട്ടും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്, കാണുന്നത്. ദ ബിഹേവിയർ ഓഫ് ദ പ്ലാന്റ് സെൽസ് വിത്ത് റിഗാർഡ് ടു വാട്ടർ മൂവ്മെൻറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ സറൗണ്ടിങ് സൊല്യൂഷൻ. അപ്പോൾ പ്ലാന്റ് സെൽസിൻ്റെ ബിഹേവിയർ എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ആ സറൗണ്ടിങ് സൊല്യൂഷനിലെ വാട്ടർ മൂവ്മെൻറ്റ്, സറൗണ്ടിങ് സൊല്യൂഷൻ വാട്ടർ മൂവ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രധാനമായിട്ടും. പ്ലാന്റ് സെൽസിൻ്റെ ബിഹേവിയർ വാട്ടർ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എവിടത്തെ? സറൗണ്ടിങ് സൊല്യൂഷനിലെ. ക്ലിയർ ആണല്ലോ? ഇഫ് ദ എക്സ്റ്റേണൽ സൊല്യൂഷൻ ബാലൻസസ് ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൈറ്റോപ്ലാസം, ഇറ്റ് ഈസ് കോൾഡ് ഐസോട്ടോണിക്. ഒരു വാക്കായി ഐസോട്ടോണിക്. ഇഫ് ദ എക്സ്റ്റേണൽ സൊല്യൂഷൻ ബാലൻസസ് ദ osmotic pressure of the cytoplasm, it is said to be isotonic. Then രണ്ടാമത്തെ മറ്റൊരു വാക്ക് നോക്കൂ. if the external solution is more dilute than the cytoplasm, it is hypotonic. if the external solution is more dilute than the cytoplasm, it is hypotonic. അപ്പോൾ ഐസോട്ടോണിക്, ഹൈപ്പോട്ടോണിക്. ഇനിയോ if the external solution, ബാഹ്യലായനി, is more concentrated, it is hypertonic. ചുരുക്കി പറഞ്ഞാൽ ഹൈപ്പർടോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ കോൺസെൻട്രേറ്റഡ് അല്ലേ? ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താ? ലെസ് കോൺസെൻട്രേറ്റഡ്. ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയം. ഹൈപ്പോട്ടോണിക്കുമല്ല, ഹൈപ്പർട്ടോണിക്കുമല്ല, രണ്ടിനിടയിലുള്ള അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത് ഐസോട്ടോണിക്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് സെൽസ് സ്വെൽ ഇൻ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസ് ആൻഡ് ഷ്രിങ്ക് ഇൻ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസ്. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസിലാണെങ്കിൽ കോശങ്ങൾ സ്വെല്ല് ചെയ്യും, വീർക്കും, ജലം അകത്തേക്ക് പ്രവേശിക്കും. ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസിലാണെങ്കിൽ കോശങ്ങൾ ചുളുങ്ങും, ജലം നഷ്ടപ്പെടും. മനസ്സിലായല്ലോ? അതൊന്ന് ഓർത്തിരിക്കണം. ഇനി എപ്പോഴാണ് പ്ലാസ്മോളിസിസ് സംഭവിക്കുന്നത്? പ്ലാസ്മോളിസിസ് occurs when water moves out of the cell and the membrane of a plant cell shrinks away from its cell wall. അതായത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിസ്സാരമായ സംഭവമാണ്. ഒരു കോശത്തിൽ നിന്ന് ജലം നഷ്ടപ്പെട്ടാൽ സെൽ മെംബ്രെയിൻ സെൽ വാളിൽ നിന്ന് വിഡ്രോ ചെയ്ത് അത് ചുളുങ്ങും. സെൽ മെംബ്രെയിൻ ചുളുങ്ങും. അപ്പോൾ അങ്ങനെ ചുളുങ്ങണമെങ്കിൽ ഈ കോശങ്ങൾ ഏത് സൊല്യൂഷനിലിടണം? ഐസോട്ടോണിക് സൊല്യൂഷനിലാണോ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിലാണോ, ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലാണോ? ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ. ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ജലത്തിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ ഒരു കോശം എടുത്ത് ഈ ഗാഠത കൂടി അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോശത്തിൽ ജലത്തിൻ്റെ അളവ് കൂടുതലാണ്. ഏതിനേക്കാൾ? ഈ സൊല്യൂഷനേക്കാൾ. ഇത് കോൺസെൻട്രേറ്റഡ് ആണ്, ഹൈപ്പർട്ടോണിക് ആണ്. അപ്പോൾ കോശത്തിൽ നിന്ന് ജലം എന്ത് ചെയ്യും? മൂവ്സ് ഔട്ട്. ഏതിലേക്ക്? ഈ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്ക്. അപ്പോഴെന്ത് ചെയ്യും? കോശഭിത്തിയിൽ നിന്ന് ഈ സെൽ മെംബ്രെയിൻ വിഡ്രോ ചെയ്യും. അതിനകത്തുള്ള കണ്ടൻസ് എല്ലാം എന്ത് ചെയ്യും? ആൻഡ് അസ്യൂംസ് വിഡ്രോ ഫ്രം ദ സെൽ വാൾ ആൻഡ് അസ്യൂംസ് എ സ്പെറിക്കൽ ഷേപ്പ്.
and water moves out, it is first lost from the cytoplasm and then from the vacuole. മനസ്സിലായില്ലേ? കോശഭിത്തിയിൽ നിന്ന് സെൽ മെംബ്രെയിൻ വിഡ്രോ ചെയ്യുന്നു. സെൽ മെംബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ മെംബ്രെയിനകത്താണ് ബാക്കി ന്യൂക്ലിയസും സെൽ ഓർഗനൽസും വാക്യൂൾസും എല്ലാം അതിനകത്താണ്. അതെല്ലാം കൂടെ കോശഭിത്തിയിൽ നിന്ന് പിടുത്തം വിട്ട് വിഡ്രോ ചെയ്ത് ഒരു സ്പെറിക്കൽ ഷേപ്പായിട്ട് മാറും. The water, when drawn out of the cell through diffusion into the extracellular fluid, causes the protoplast to shrink away from the cells, from the walls. The water, when drawn out of the cell through diffusion into the extracellular fluid, that is outside cell, causes the protoplast to shrink away from the walls. ഇതാണ് എന്തോന്ന് ഈ പ്രോട്ടോപ്ലാസ്റ്റ് ഇതൊന്ന് വാൾസിൽ നിന്ന് കോശഭിത്തിയിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ കണ്ടീഷനിൽ ദ സെൽ ഈസ് സെറ്റ് ടു ബി പ്ലാസ്മോളൈസ്ഡ്. ഒന്നുകൂടെ ഞാൻ ചുരുക്കി പറയാം. ഒരു കോശത്തിൽ നിന്ന് ജലം നഷ്ടപ്പെട്ടാൽ, ജലം വെളിയിലേക്ക് പോയാൽ, അതിൻ്റെ കോശഭിത്തിയിൽ നിന്ന് കോശ മെമ്പറൈൻ ഉണ്ടല്ലോ, പ്ലാസ്മ മെമ്പറൈനും അതുപോലെ അതിനകത്തുള്ള സാധനങ്ങളെല്ലാം വിഡ്രോ ചെയ്ത് ഒരു സ്പെറിക്കൽ ഷേപ്പായിട്ട് മാറും. അപ്പോൾ ആ കോശത്തെ നമ്മൾ പറയുന്ന പേരാണ് പ്ലാസ്മോളൈസ്ഡ്. ഇപ്പോൾ അത് ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്ലാസ്മോളിസിസ്. ആ സെല്ലിന് പറയുന്ന പേരാണ് പ്ലാസ്മോളൈസ്ഡ് സെൽ. ദെൻ the movement of water occurred across the membrane, moving from an area of higher water potential to the area of lower water potential. അല്ലേ? ഹയർ വാട്ടർ പൊട്ടൻഷ്യലിൽ നിന്ന് സെല്ലിനകം അല്ലേ, and an area to an area of lower water potential outside the cell. അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കുറവാണ്. വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതൽ എവിടെയായിരുന്നു? സെല്ലിനകത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ കുറഞ്ഞ സ്ഥലത്തേക്ക് ജലം മൂവ് ചെയ്തു. അപ്പോൾ സെൽ എന്തായി? പ്ലാസ്മോളൈസ്ഡായി. സെല്ല് പ്ലാസ്മോളൈസ്ഡായി. ഇനി when the cell is placed in an isotonic solution, ഒരു സെല്ല് ഐസോട്ടോണിക് സൊല്യൂഷനിൽ നമ്മൾ എടുത്തിടുകയാണ്. then there is no net flow of water towards the inside or outside. ഐസോട്ടോണിക് സൊല്യൂഷനിലേക്ക് നമ്മളൊരു സെല്ലിട്ടാൽ അവിടെ വെളിയിലേക്കും അകത്തേക്കും ജലം മൂവ്മെൻ്റ് ഇല്ല. When the cell is placed in an isotonic solution, there is no net flow of water towards the inside or outside. If the external solution balances the osmotic pressure of the cytoplasm, it is said to be isotonic. If the external solution balances the osmotic pressure of the cytoplasm, it is said to be isotonic. ഇനി the process of plasmolysis is usually reversible. അപ്പോൾ ഒരു സെല്ലിൽ നിന്ന് കോശത്തിൽ നിന്ന് ജലം നഷ്ടപ്പെട്ടാൽ പ്ലാസ്മോളൈസ്ഡ് ആകും. ആ കോശത്തിലേക്ക് തിരികെ ജലം പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ അവസ്ഥയിലാകും. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ദ പ്രോസസ് ഓഫ് പ്ലാസ്മോളിസിസ് ഈസ് യൂഷ്വലി റിവേഴ്സിബിൾ. ദെൻ ദ സെൽ വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ എ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഇനി ഒരു കോശം എന്ത് ചെയ്യുന്നു? ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിലാണ് നമ്മൾ ഇടുന്നത്. ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ഓർ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആസ് കമ്പയർഡ് ടു ദ സൈറ്റോപ്ലാസം. വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലാണ് അല്ലെങ്കിൽ ഡൈല്യൂട്ട് സൊല്യൂഷനാണ് ആരുമായി കമ്പയർ ചെയ്യുമ്പോൾ? ആസ് കമ്പയർഡ് ടു ദ സൈറ്റോപ്ലാസം. സോ വി ആർ ഗോയിങ് ടു ഇമേഴ്സ് എ സെൽ ഇൻ എ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. വാട്ട് ഹാപ്പൻസ്? എന്ത് സംഭവിക്കും? വാട്ടർ ഡിഫ്യൂസസ് ഇൻ ടു ദ സെൽ. വാട്ടർ എന്ത് ചെയ്യുന്നു? അകത്തേക്ക് പ്രവേശിക്കുന്നു. കോസിങ് ദ സൈറ്റോപ്ലാസം എന്ത് ചെയ്യുന്നു? കോസിങ് ദ സൈറ്റോപ്ലാസം ടു ബിൽഡ് അപ്പ് എ പ്രഷർ. കോശത്തിനകത്തേക്ക് ജലം കയറുമ്പോൾ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നു, മർദ്ദം ഉണ്ടാകുന്നു. ആർക്കെതിരെ? എഗൻസ്റ്റ് ദ സെൽ വാൾ. ആൻഡ് ദാറ്റ് ഈസ് കാൾഡ് ടർഗർ പ്രഷർ. മനസ്സിലായി? ഒരു കോശത്തിനകത്തേക്ക് ജലം പ്രവേശിക്കുമ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നു. ഈ പ്രഷർ എഗൻസ്റ്റ് ആണ്, സെൽ വാളിന് എഗൻസ്റ്റ് ആണ്. സെൽ വാൾ ഇങ്ങോട്ട് തള്ളും, ഇത് അങ്ങോട്ട് തള്ളും. അപ്പോൾ ടർജിഡിറ്റി മൂലം ഉണ്ടാകുന്ന പ്രഷർ ടാർഗർ പ്രഷർ. ഈ ടാർഗർ പ്രഷർ യൂഷ്വലി ആർക്ക് എഗൻസ്റ്റ് ആയിരിക്കും? വാൾ പ്രഷറിനെതിരായിരിക്കും. സെൽ വാൾ ഉണ്ടാക്കുന്ന പ്രഷറാണ് വാൾ പ്രഷർ. ടർജിഡിറ്റി മൂലം ഉണ്ടാകുന്ന പ്രഷറാണ് ടാർഗർ പ്രഷർ. ഓക്കെ, അത്രയും കാര്യം തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. ദെൻ ദ പ്രഷർ ഡെവലപ്ഡ് ബൈ ദ പ്രോട്ടോപ്ലാസ്റ്റ് ഡ്യൂ ടു ദ എൻട്രി ഓഫ് വാട്ടർ
എന്തിൻ്റെ എൻട്രി മൂലം? വാട്ടർ പ്രവേശിച്ചത് മൂലം. ആർക്കെതിരെ? എഗെയിൻസ്റ്റ് ദ റിജിഡ് സെൽ വാൾസ് ഈസ് കോൾഡ് പ്രഷർ പൊട്ടൻഷ്യൽ, പി. അപ്പോൾ പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കുട്ടികൾ ഉത്തരം പറയണം. ദ പ്രഷർ കോസ്റ്റ് developed by the protoplast due to the entry of what? Water. Against whom? Against the rigid walls is called pressure potential. Then, because of the rigidity of the cell wall, ഈ സെൽ വാളിൻ്റെ റിജിഡിറ്റി മൂലം the cell does not rupture. And moreover, you remember, നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ദിസ് ടാർഗറ്റ് പ്രഷർ ഈസ് അൾട്ടിമേറ്റ്ലി റെസ്പോൺസിബിൾ ഫോർ എൻലാർജ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ ഗ്രോത്ത് ഓഫ് ദ സെൽ. സെല്ലിൻ്റെ എക്സ്റ്റൻഷൻ ഗ്രോത്ത്, അതുപോലെ എൻലാർജ്മെൻറ്റ് തുടങ്ങിയ പ്രക്രിയകൾക്ക് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രഷറാണ് ടാർഗറ്റ് പ്രഷർ. എന്ത് പ്രഷർ? Target pressure, that is the pressure developed due to the turgidity of cells. Turgidity ഉണ്ടായത് എപ്പോഴാണ്? കോശത്തിനകത്തേക്ക്, സെല്ലിനകത്തേക്ക് ജലം പ്രവേശിച്ചപ്പോൾ ഉണ്ടായ ടർജിഡിറ്റി മൂലമുണ്ടായ പ്രഷർ. അപ്പോൾ ഞാനീ പറഞ്ഞ പ്ലാസ്മോളിസിസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ എളുപ്പമാണ്. ഒന്നുകൂടെ ഞാനത് വിശദമാക്കാം. The process of plasmolysis is usually reversible. പ്ലാസ്മോളിസിസ് എന്ന് പറയുന്ന പ്രക്രിയ എന്താണ്? റിവേഴ്സിബിൾ ആണ്. ഇങ്ങോട്ടാകാം, ഇങ്ങോട്ടാകാം, അങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം. ഇനി എന്താ? if a cell is placed in a hypertonic solution, ഒരു സെല്ല് സൊല്യൂഷനിൽ, ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ ഇമ്മേഴ്സ് ചെയ്താൽ ആ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ്റെ പ്രത്യേകത എന്താണ്? വാട്ടർ പൊട്ടൻഷ്യൽ ഹൈ ആണ്. അല്ലെങ്കിൽ എന്താണ്? or dilute solution as compared to the cytoplasm. ഇപ്പോൾ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ, അതിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ ഹൈ വാട്ടർ പൊട്ടൻഷ്യലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ ഡിഫ്യൂസസ് ഇൻ ടു ദ സെൽ, ജലം കോശത്തിനകത്തേക്ക് പ്രവേശിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ കോശത്തിനകത്തുള്ള സൈറ്റോപ്ലാസം ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നു. ആർക്കെതിരെ? എഗൻസ്റ്റ് ദ സെൽ വാൾ, കോശഭിത്തിക്കെതിരെ. ആൻഡ് ദിസ് ഈസ് കോൾഡ് ടാർഗറ്റ് പ്രഷർ. അപ്പോൾ കോശത്തിനകത്തേക്ക് ജലം പ്രവേശിച്ചപ്പോൾ ആ കോശത്തിനകത്തുള്ള സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം ഒരു പ്രഷർ ഉണ്ടാക്കുന്നു, ഒരു മർദ്ദം ഉണ്ടാക്കുന്നു. ആർക്കെതിരെ? കോശഭിത്തിക്കെതിരെ ഒരു മർദ്ദം ഉണ്ടാക്കുന്നു. ആ മർദ്ദത്തിന് പറയുന്ന പേരാണ് ടാർഗറ്റ് പ്രഷർ. The pressure exerted by the protoplast due to the entry of water against the rigid wall is called pressure potential. അതിനെയാണ് പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. The pressure developed by the protoplast, പ്രഷർ ഒന്നാമത്തെ കാര്യം, developed by the protoplast. എന്തുകൊണ്ട്? Due to the entry of water against ആർക്കെതിരെ? Against the rigid wall, cell walls is called the pressure potential. Okay, then അപ്പോൾ ടാർഗറ്റ് പ്രഷർ എന്താണ്? പ്രഷർ പൊട്ടൻഷ്യൽ എന്താണ്? ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കും. സെൽ വാളിൻ്റെ റിജിഡിറ്റി മൂലം, ബിക്കോസ് ഓഫ് ദ റിജിഡിറ്റി ഓഫ് ദ സെൽ വാൾ, ദ സെൽ ഡസ് നോട്ട് റപ്ചർ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ടാർഗറ്റ് പ്രഷറാണ്. This target pressure is ultimately responsible for enlargement and extension growth of the cell. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും വരുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്താണ്, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്താണ്, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്താണ്. അപ്പോൾ ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ. ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താ? ലെസ് കോൺസെൻട്രേറ്റഡ്. ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വലാണ്, കോൺസെൻട്രേഷൻ ഈക്വലാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ പ്ലാസ്മോളിസിസ് എന്താണ്? പ്ലാസ്മോളിസിസ് ഞാൻ പറഞ്ഞു എന്താണ്? ഒരു കോശത്തിൽ നിന്ന് ജലം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ്, ആ കോശത്തിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് വിഡ്രോസ് ഫ്രം ദ സെൽ വാൾ ആൻഡ് അസ്യൂംസ് എ സ്പെറിക്കൽ ഷേപ്പ്. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഈ പ്രക്രിയ ഒരുപാട് കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു.
നമ്മൾ ഊണ് കഴിക്കുമ്പോൾ നമുക്ക് നിർബന്ധമാണ് എന്തോന്ന്, അച്ചാറുകൾ, പിക്കിൾസ്, അതായത് മാങ്ങയിൽ അല്ലെങ്കിൽ നാരങ്ങയിൽ ഒക്കെ നമ്മൾ ഉപ്പിട്ട് വയ്ക്കും. അവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണ്? പ്ലാസ്മോളിസിസ് ആണ്. കൂടുതൽ കാര്യങ്ങൾ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യുക. അല്ല, ഉണക്കമീനില്ലേ, മീൻ ഉണക്കി, അതിൽ നമ്മൾ മീനിൽ എന്ത് ചെയ്യും? ഉണക്കി ഉപ്പിട്ട് വയ്ക്കും, കുറേ കാലം സൂക്ഷിക്കും. അവിടെ നടക്കുന്ന പ്രവർത്തനവും എന്താണ്? ഈ മീൻ കേടുകൂടാതിരിക്കുന്നതിൻ്റെ കാരണം, പ്രധാനപ്പെട്ട കാരണം ഏതാണ്? ഈ പ്രക്രിയയാണ്. ഏത് പ്രക്രിയ? പ്ലാസ്മോളിസിസ്. അപ്പോൾ ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസ് എന്താണ്? പ്ലാസ്മോളിസിസ് എന്താണ്? ആ പ്രക്രിയയുടെ പ്രത്യേകത എന്താണ്? അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, ഓർത്തിരിക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചെറിയ പ്രവർത്തനങ്ങളാണ് നൽകുന്നത്. ആ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. ശ്രദ്ധിക്കുക. 1. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. 1. ഐസോട്ടോണിക് സൊല്യൂഷൻ ഓർ ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക്. 2. ഡിഫൈൻ ഓർ വാട്ട് ഈസ് പ്ലാസ്മോളിസിസ് ആൻഡ് ഫൈൻഡ് ഔട്ട് മാക്സിമം എക്സാമ്പിൾസ് ഫോർ ദിസ് പ്രോസസ് ഫ്രം യുവർ ലൈഫ് സിറ്റുവേഷൻസ്. ഇതോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.